സ്ത്രീകളുടെ ശക്തമായ ഒരു കൂട്ടായ്മയാണ് കുടുംബശ്രീ. ഈ കുടുംബശ്രീയിൽ ഇനി പുരുഷന്മാരെയും കാണാം. സംഭവം ഇതാണ്: കുടുംബശ്രീ മിഷനു വേണ്ടി നീക്കിവെക്കുന്ന തൊഴിൽ മേഖലകളിൽ കുടുംബശ്രീ അംഗങ്ങളായ വനിതകൾക്ക് പുറമെ അവരുടെ ബന്ധുക്കളായ പുരുഷന്മാർക്കും തൊഴിലിൽ മുൻഗണന നൽകുകയാണ്. വിജ്ഞാന കേരളം പദ്ധതി വഴി സ്വകാര്യ മേഖലയിൽ 45,000 പേർക്ക് ഇത്തരത്തിൽ തൊഴിൽ നൽകിയ രീതി പൊതുമേഖലയിലെ താൽക്കാലിക നിയമനങ്ങളിലും നടപ്പാക്കുകയാണ്. ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിലെ പ്ലാസ്റ്റിക് കുപ്പി ശേഖരണ കൗണ്ടറുകളിലേക്കാകും ഇത്തരത്തിൽ ആദ്യ നിയമനം. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി 1,00,000 തൊഴിൽ ദൗത്യം കുടുംബശ്രീ ഏറ്റെടുത്തിരുന്നു. നൈപുണ്യ പരിശീലനത്തിന് ശേഷം വനിതകൾക്ക് ജോലി നൽകാനാണ് തുടക്കത്തിൽ ലക്ഷ്യമിട്ടതെങ്കിലും സർക്കാർ തലത്തിൽ ഇടപെടലിൽ ഇത് കുടുംബശ്രീ കുടുംബങ്ങളിലെ ആർക്കും നൽകാമെന്നാക്കി മാറ്റുകയും ചെയ്തു. ഇതു സംബന്ധിച്ച് കുടുംബശ്രീ മാർഗനിർദ്ദേശം ഇറക്കിയെങ്കിലും കുടുംബശ്രീ അംഗത്തിന്റെ ബന്ധു ആരൊക്കെയാകാമെന്നതിന് മാനദണ്ഡം വെച്ചിട്ടില്ല. വെബ് ഔട്ട്ലെറ്റുകളിൽ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് മദ്യക്കുപ്പി ശേഖരിക്കുന്നതിന് ഒരു ദിവസം 1,130 രൂപ വേതനത്തിലാണ് നിയമനം. ഇത് 2 ഷിഫ്റ്റുകളാക്കാനും 2ാം ഷിഫ്റ്റിൽ കുടുംബശ്രീ കുടുംബങ്ങളിലെ പുരുഷന്മാരെ നിയോഗിക്കാനുമാണ് തീരുമാനം. രാത്രിയിലുള്ള ജോലി എന്നത് കണക്കിലെടുത്താണിത്. പരമാവധി പേർക്ക് ജോലി നൽകാനാണ് ശ്രമമെന്നും സ്ത്രീകൾക്ക് പരിമിതിയുള്ളതും അവരെ ലഭിക്കാത്തതുമായ ജോലികളിൽ മാത്രമാണ് അംഗങ്ങളുടെ ബന്ധുക്കൾക്ക് മുൻഗണന നൽകുന്നതുമെന്നാണ് കുടുംബശ്രീയുടെ വിശദീകരണം. വിജ്ഞാന കേരളം പദ്ധതിയിൽ ഈ മുൻഗണന നോക്കാതെയും നിയമനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും വിശദീകരിക്കുന്നു. കുടുംബശ്രീയിലാകെ 48 ലക്ഷം അംഗങ്ങളാണുള്ളത്.